ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖത്തു നിന്നും നേരിട്ടുള്ള ആദ്യ എക്സിം കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. യൂറോപ്പിലേക്കുള്ള ആദ്യ 2 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് നിന്ന് യാത്ര തിരിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി രാമൻതുരത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5000 കോടിയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ നാളെ മന്ത്രി N ശംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30ക്കും തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സംസ്ഥാന പോലീസിനെ ആധുനികവത്കരിക്കുന്നതിന്റെ ഭാഗമായി 3 പദ്ധതികൾക്ക് തുടക്കമിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റോഡ് അപകടങ്ങൾ പ്രതിരോധിക്കുന്നതിനായി AI ട്രാക്ക്, സ്മാർട്ട് പോലീസിംഗ് ഉറപ്പാക്കുന്നതിനുള്ള ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള സൈബർ വാൾ എന്നീ പദ്ധതികളാണ് ആരംഭിച്ചത്. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ലഭ്യമാക്കുന്നതിന് പരിശോധനാ സംവിധാനമൊരുക്കി ക്ഷീരവികസന വകുപ്പ്. ഓണത്തിന് പാലിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് തിരുവനന്തപുരം പട്ടത്തെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 24 വരെയാണ് പ്രത്യേക പാൽ പരിശോധന. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6 മിനിറ്റ് 45 സെക്കൻഡ് ഇടവേളയിൽ 4 അധിക സർവീസുകളാണ് നടക്കുക. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി ഏർപ്പെടുത്തും. പൊതുമരാമത്ത് വകുപ്പിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുമെന്ന് മന്ത്രി PK ബഷീർ. വകുപ്പിലെ എഞ്ചിനീയർമാർക്ക് ഔദ്യോഗിക ഉപയോഗത്തിനായി 23 വാഹനങ്ങൾ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ അമൂല്യമായ ജൈവ വൈവിധ്യത്തെ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ജനുവരിയിൽ അന്താരാഷ്ട്ര നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആരംഭിക്കുന്ന പോഡ്കാസ്റ്റ് സീരീസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ആലുവയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജലശുദ്ധീകരണ പ്ലാന്റിന് സാങ്കേതിക അനുമതി ലഭിച്ചു. പ്രതിദിനം 190 ദശലക്ഷം ലിറ്റർ ശുദ്ധീകരണ ശേഷിയുള്ളതാണ് പ്ലാന്റ്. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.